നമസ്കാരം. റോഡ് ന്യൂസിലേക്ക് സ്വാഗതം. ട്രെയിനിൽ വനിതാ ടിടിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച 45-കാരനായ ഗോപകുമാറിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹരിപ്പാട് താമസിച്ചു വന്നിരുന്ന ഇയാൾ ചടയമംഗലം നെട്ടേത്തറയിൽ വീടും സ്ഥലവും മേടിച്ച് സ്ഥിരതാമസമാക്കി വരികയായിരുന്നു. ചടയമംഗലം പോലീസിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട്. നിലമ്പൂർ റോഡ് കോട്ടയം പാസഞ്ചർ ട്രെയിനിൽ ഇക്കഴിഞ്ഞ 30-ാം തീയതി തൃപ്പൂണിത്തുറയ്ക്കും പിറവം റോഡ് റെയിൽവേ സ്റ്റേഷനും ഇടയിൽ വെച്ച് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തു വന്ന ഹരിപ്പാട് ഗോവർദ്ധനത്തിൽ 45 വയസ്സുള്ള ഗോപകുമാർ എന്നയാളെയാണ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതിനാൽ ഫൈൻ അടയ്ക്കുവാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ടിടിയെ ആവശ്യപ്പെട്ടു. തുടർന്ന് പ്രതി ടിടിയെ അസഭ്യം പറയുകയും ഫോൺ പിടിച്ചുപറിച്ച് തറയിലെറിഞ്ഞ് ചവിട്ടി കേടുവരുത്തുകയും ടിടിയെ തള്ളി താഴെയിട്ട് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ട്രെയിൻ പിറവം റോഡിലെത്തിയപ്പോൾ ഇറങ്ങി ഓടിയ ഇയാൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വിവിധ സ്ഥലങ്ങളിൽ മാറി മാറി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഒളിവിൽ കഴിഞ്ഞു വന്ന പ്രതിയെ എറണാകുളം ഗവൺമെന്റ് റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദിനിൽ കെ.വി, സഹേഷ്, സിവിൽ പോലീസ് ഓഫീസർ ശിവകുമാർ എന്നിവർ കലൂരിൽ നിന്നും പിടികൂടി. അറസ്റ്റ് ചെയ്ത പ്രതിയെ എറണാകുളം JFCM ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇയാൾക്കെതിരെ മാവേലിക്കര പോലീസ് സ്റ്റേഷനിലും കേസുകൾ നിലവിലുണ്ട്.